ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങള് കണിച്ചുളങ്ങര അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങള് കൊടിയേറ്റൊക്കെ കഴിഞ്ഞ് ഇന്നലെ വന്നതേ. അത് വീഡിയോ ഇടാൻ സാധിച്ചില്ല. അപ്പൊ എന്ത് പറ്റി, ഞങ്ങൾക്ക് ഐറ്റംസ് എല്ലാം പാക്കിംഗ് ഒക്കെ ആയിട്ട് തിരക്കണം. അപ്പൊ കൂട്ടുകാരോർക്കല്ലേ 2 ദിവസമായിട്ട് ഞങ്ങൾ ആ വീഡിയോ കണ്ടില്ലല്ലോ, എന്ത് പറ്റിയെന്ന് തിരക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി പേര് ഫോണിലൊക്കെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി, എന്താണ് വീഡിയോ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെ തന്നെ നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം പാക്കിംഗ് ആണ്. അപ്പോൾ ആ ഒരു തിരക്ക് കാരണമാണ് ഞങ്ങൾ 4 പേരും കൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് പാക്ക് ചെയ്തിട്ട് ഞാനും അച്ഛനും കൂടി ആ സെയിലൊക്കെ പോണത്. അപ്പം കൂട്ടുകാർക്കൊക്കെ ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു, ഈ സാധനങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ആണോ. കുറച്ച് ഐറ്റം ഞങ്ങൾ ചെയ്യുന്നത്, കുറച്ച് ഐറ്റം ബാക്കി ഐറ്റംസ് ഒക്കെ പുറത്തുനിന്ന് എടുക്കുന്ന, അങ്ങനെയുള്ള സമൂസ ഐറ്റം, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഞങ്ങൾ പുറത്തുനിന്ന് എടുക്കുന്നതാണ്. നമ്മൾ കുറച്ച് ഐറ്റം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഐറ്റംസേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ തിരക്കിയല്ലേ, വീഡിയോയും കണ്ടില്ലേ, ഇവിടെ പോയി നിങ്ങൾ തിരക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരുപാട് സന്തോഷം. കാരണം നമ്മളെ തിരക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടെന്നറിഞ്ഞതിൽ. പിന്നെ ഒരു കാര്യം, അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി 31-ാം തീയതി അല്ല 30-ാം തീയതി. ശരണ്യൊക്കെ ഒരു അബദ്ധം പറ്റി. ശരണ്യ പറഞ്ഞു 31 അല്ല, ജനുവരി 30 ഇവിടെ കല്യാണക്കാരുടെ ഒക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാണ് അമ്മ പറഞ്ഞു, ശരണ്യ 30-31 ആക്കി കളഞ്ഞാന്ന് ചോദിച്ചു. അപ്പം നാളെയാണ് അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി. അതുകൂടാതെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്മയ്ക്കും അച്ഛനും നമ്മളെ മമ്മ ഡ്രസ്സ് എടുത്ത് അയച്ചു തന്നായിരുന്നു. അപ്പം അച്ഛൻ്റെ ഡ്രസ്സ് കാണിച്ചായിരുന്നെന്ന് തോന്നണം അല്ലേ? അച്ഛൻ്റെ കാണിച്ചിട്ടില്ല. കാണിച്ചെന്ന് തോന്നുന്നു. ഇല്ല, അച്ഛൻ്റെ അമ്മയെ കാണിച്ചിട്ടില്ല. അപ്പൊ അതുകൂടി കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു അച്ഛനെ കാണിച്ചെന്നാ തോന്നുന്നു. അപ്പൊ കൂട്ടുകാരെ, ഇനി അച്ഛൻ്റെ അമ്മേനെയും കാണിക്കണ്ടേ? അപ്പൊ നമുക്ക് അവരെ വീട്ടിലേക്ക് പോവാം. അതെ കൂട്ടുകാരെ, ഇതേ കണ്ട നമ്മുടെ അച്ഛനും അമ്മയും കൂടിയൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അവര് കണ്ട മിക്സർ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു ഹായ് കൊടുത്തേ. അതെ, 2 ദിവസം റെസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിനു കൂടിയുള്ള പിന്നെ നമ്മള് പള്ളിപ്പെരുന്നാളിന് പോയി. പിന്നെ അമ്പലത്തിലെ ഞങ്ങളെ പോയുള്ളൂ, ഞാനും ശരണ്യെ പോയുള്ളൂ. അപ്പൊ അങ്ങനെ അത് കാരണം ഞങ്ങള് പണിത്തിരക്കിലാണ്. അതെ, അത് കാരണം ഇപ്പൊ ഉത്സവത്തിന്റെ സീസൺ ആയതുകൊണ്ട് പണിയാണ്. അതെ അതെ അതെ, അതെ തിരക്ക്. അതെ, പണി നടക്കട്ടെ പോലെ കണ്ട കവറിലാക്കി വെച്ചാണ് ഇത് പാക്ക് ചെയ്യുന്നത്. നമ്മുടെ മിക്സർ ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്തത് കണ്ട, പഴം ചിപ്സ് കണ്ട, നമ്മുടെ ശരണ്യ നിൽക്കണ കണ്ട. ശരണ്യ, കൂട്ടുകാരോട് നമുക്ക് പുതിയ കൂട്ടുകാർക്ക് അറിയാൻ മേലല്ലോ നമ്മുടെ തൊഴിലെന്താണെന്നൊക്കെ. അതെ, അപ്പൊ നമ്മുടെ കൂട്ടുകാരെ പരിചയപ്പെടുത്തുക എന്നത് തന്നെയാണ് അല്ലേ ഇന്നത്തെ വീഡിയോയും കൂടി. പിന്നെ അതെ അതെ, ശരണ്യക്ക് ലേബല് എഴുത്തൊക്കെയാണ്, ഡേറ്റ് ഇടലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലേ. പിന്നെ ശരണ്യ, നമ്മുടെ അമ്മക്ക് കിട്ടിയ ഗിഫ്റ്റ് കാണിച്ചില്ലല്ലോ. അതുകൂടി കാണിച്ചേക്കാം. അപ്പൊ കൂട്ടുകാരെ, അച്ഛന് കിട്ടിയ ഷർട്ടും മുണ്ടും നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇത് തുറക്കാവേ. അച്ഛന് കിട്ടിയത് കാണിച്ചായിരുന്നെന്നാണ് എന്റെ തോന്നല്. എനിക്ക് തോന്നുന്നില്ല, ഒന്ന് കാണിച്ചു. ഒന്നും കൂടെ കാണാത്ത കൂട്ടുകാരെ ഒന്നും കൂടെ കാണിച്ചേക്കാം. അപ്പൊ കൂട്ടുകാരെ, അച്ഛന് ഷർട്ട്. അതെ അതെ അതെ, അച്ഛന് ഷർട്ട് കിട്ടിയതാണ്. പിന്നെ നമ്മളെ മമ്മ അതേ സെയിം കളറുള്ള മുണ്ട്. പിന്നെ അത് കൂടാതെ ഇതാണ് അമ്മക്ക് കിട്ടിയ സാരി. ഞാൻ നിങ്ങൾക്ക് തോന്നുന്നു സിൽവർ പട്ടാണ്. കൂട്ടുകാരെ, ഇതാണ് അമ്മക്ക് കിട്ടിയ സാരി. അമ്മക്ക് കിട്ടിയ സാരി കണ്ട. ഞാൻ മേലെ കൂട്ടുകാർക്ക് ഇങ്ങനെ വെച്ചറിയിച്ചാണ്. ഇതാണ് അമ്മക്ക് കിട്ടിയ നമ്മളെ മമ്മ മേടിച്ചു കൊടുത്ത സാരി. അതെ അതെ അതെ,
അപ്പൊ ഇത് രണ്ടും എടുത്തിട്ട് നാളെ ഒരു ചെത്തുണ്ട് അച്ഛനും അമ്മയും കൂടി. നാളെ അവർ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിലൊക്കെ പോണ വീഡിയോ കൂട്ടുകാർക്ക് കാണിച്ചു. പിന്നെ അതിന് മുമ്പ് ഞങ്ങൾ കളിച്ചിറങ്ങുന്ന കൊടിയേറ്റത്തിന് പോയ വീഡിയോ ഈ കൂടെ കൂട്ടുകാർക്ക് കാണിച്ചു തരുന്നതായിരിക്കും. കുറെ പേര് ചോദിച്ചു എന്താ കളിച്ചിറങ്ങനെ പോയ വീഡിയോ ഇടാത്തെന്ന് ചോദിച്ചു. അപ്പോൾ അതുകൂടി കാണിച്ചത്. ഞങ്ങൾ കളിച്ചിറങ്ങി കിടന്നപ്പോ കുറെ നമ്മളെ കൂട്ടുകാരെ അതെ കുറെ സബ്സ്ക്രൈബർമാരെ കണ്ട് കണിച്ചുളങ്ങര കൊടിയേറ്റിന് പോയ നേരത്തെ ഒത്തിരി, പക്ഷെ ആരുടെയും വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുപോലെ തിരക്കായിരുന്നു. അപ്പൊ അതായത് കൂട്ടുകാരെ എടുക്കാഞ്ഞ ചേച്ചിമാർക്ക് എല്ലാവർക്കും ഹായ്. അതെ, അപ്പൊ നമുക്ക് കണിച്ചുളങ്ങരയിലെ വീഡിയോയിലേക്ക് പോയേക്കാം. കൂട്ടുകാരെ ഇന്നത്തെ ഞങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ഇന്ന് കൊടിയേറ്റാണ്. ഞങ്ങൾ രണ്ടുപേരും ഉള്ളു, ഇന്ന് അച്ഛനും അമ്മയും കൂട്ടത്തിൽ വരുന്നില്ല. അപ്പം 7 മണി കഴിഞ്ഞിട്ടാണ് കൊടിയേറ്റ്. കറക്റ്റ് ടൈം ഞാൻ ഓർത്തിരിപ്പില്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് വിശേഷങ്ങൾ പറഞ്ഞു തരാം. അങ്ങനെ ഞങ്ങൾ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെത്തി. അതെ, ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് കൊടിയേറ്റ് ദിവസം ഇവിടെ എത്തണമെന്നത്. അങ്ങനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി അങ്ങനെ നമ്മുടെ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ തൃക്കൊടിയേറ്റ് മഹോത്സവം നടക്കുകയാണ്. അതിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ, ഭക്തജനങ്ങളൊക്കെ ഒത്തിരി പേര്. അങ്ങനെ ദേവിയുടെ മന്ത്രങ്ങളാൽ ക്ഷേത്രം പറയാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അവിടെ പോയി നിന്നിട്ട് ആ ദേവിയുടെ മന്ത്രജപത്താലും ആ ദേവിയുടെ കൊടിയേറ്റ് കാണാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമായി. അതുപോലെ 21 നാളത്തെ ഉത്സവമാണ് നമ്മുടെ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ. ചിക്കരക്കുട്ടികളുടെ പൂങ്കാവനമെന്ന് തന്നെയാണ് നമ്മുടെ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. 21 നാൾ നമ്മുടെ ഇത്തവണ 3000-ഓളം ചിക്കരക്കുട്ടികളാണ് ഇവിടെ ചിക്കര വഴിപാടായി ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 21 നാൾ അവരുടെ കൂടെ അവരുടെ അച്ഛനും അമ്മമാരും മറ്റ് ബന്ധുക്കളൊക്കെ ആയിട്ട് തന്നെ 21 നാൾ ഈ ക്ഷേത്രം നിറയെ ഭക്തജനങ്ങളായിരിക്കും. ഏറ്റവും വലിയ നമ്മുടെ ആലപ്പുഴ ജില്ലയിലേക്ക് തന്നെ പറയാം, ഏറ്റവും വലിയൊരു ഉത്സവം തന്നെയാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കൊടിയേറ്റ് സദ്യയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അതിനുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ കൂടെ ഇപ്രാവശ്യം അച്ഛനും അമ്മയും വരാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ കണിച്ചുകുളങ്ങര അമ്പലത്തിൽ നിന്ന് വീണ്ടും തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. നല്ല തിരക്കായിരുന്നു, പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു. വീഡിയോയൊന്നും അങ്ങനെ ചെയ്യാനേ പറ്റിയില്ല, ഭയങ്കര തിരക്ക്. അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കൊടിയേറ്റ് സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ സുരക്ഷിതരായി വീട്ടിലെത്തി. അപ്പോൾ ഇനി ബാക്കി വിശേഷത്തിലേക്ക് നമ്മൾ സെയില് പോകുന്ന സാധനങ്ങൾ നിങ്ങളെ കാണിച്ചുതരാം. ഞങ്ങൾ എന്തൊക്കെ ഐറ്റംസ് ഒക്കെയാണ് കൊണ്ടുപോകണം എന്നൊക്കെ നമുക്ക് കൂട്ടുകാരെ കാണിച്ചു തരാം. അപ്പോൾ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ കുഴലപ്പം, അതുപോലെ നട്ട്സ് ബിസ്ക്കറ്റ്, അതുപോലെ ഇത് പഴം ചിപ്സ്, മറ്റേ ഈ സമൂസ മോഡല്, അതുപോലെ കപ്പവറ, പിന്നെ നുറുക്ക് ഐറ്റംസ്, പിന്നെ അത് കൂടാതെ ഉള്ള ഐറ്റംസ് ഒന്ന് പറഞ്ഞു കൊടുത്താ ശരണ്യ. തക്കാളി നുറുക്ക്, കൊള്ളിക്കപ്പ, ചിപ്സ്, കപ്പലണ്ടി റോസ്റ്റ്, കേക്ക്, അങ്ങനെ പിന്നെ വേറെയൊക്കെ ഒത്തിരി ഐറ്റം ഉണ്ട്. എരിവ് മിച്ചർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഡാൽ മിച്ചർ, അതെ ഇങ്ങനെ പാക്ക് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കൂട്ടുകാരെ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെ. അതുപോലെ ബാക്കിയുള്ള മറ്റ് സബ്സ്ക്രൈബർമാരെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഞങ്ങൾ കാണാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കൂട്ടുകാരെ നിങ്ങൾ തരുന്ന കമൻറ്റുകളിലൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാണ്. അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്
ഞങ്ങളെ കൂട്ടാക്കുക. അപ്പം ഞങ്ങൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമ്മുടെ ശരണ്യയുടെ പാചകമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ. ടാറ്റാ.